ചെയ്യുമെന്ന് നമുക്കൊരു ആദ്യത്തെ 10 മിനിറ്റിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നസ്രിയ വല്ലപ്പോഴും എന്തുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത്, ഈ സിനിമയുടെ കഥ കേട്ടാൽ ആരായാലും ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നമ്മുടെ നോർമൽ ലൈനിൽ പോകുന്ന ഒരു കഥയേ അല്ല, മിസ്റ്ററിയാണ്. അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡികൾ ഒരുപാടുണ്ട്. കാരണം അതിൽ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഗംഭീരമാണ്. കാരണം വളരെ ടെൻഷൻ പിടിച്ച മൊമെൻറ്റിലും സിദ്ധാർത്ഥ് ഭരതൻ ആ ഒരു കോമഡി ആയിട്ടുള്ള സീനുകൾ ഉണ്ടാക്കാൻ പറ്റി. അവരുടെ കാസ്റ്റിൻ്റെ ഒക്കെ അതിഗംഭീര പെർഫോമൻസ്. പിന്നെ ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM. ക്രിസ്റ്റോ സേവിയർ നമുക്കറിയാം ഒരു അപ്കമിങ് വലിയൊരു ടാലൻ്റാണ്. നമ്മൾ സുഷിൻ ശ്യാം JXB ജോയ് ലെവലിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ടാലൻ്റാണ്. അവസാനത്തെ 15 മിനിറ്റൊക്കെ BGM ശരിക്കും നമ്മളങ്ങ് ഷെയ്ക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മേക്കിംഗ് ക്വാളിറ്റി, ടോപ്പ് ആക്ടിങ് എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമാനുഭവമാണ്. മലയാളികളും പുറമേയുള്ള സിനിമാ ലോകവും ഇനി അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും സൂക്ഷ്മദർശിനി. ഇതിൻ്റെ മറ്റൊരു ലെവൽ ഐറ്റം മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഒരു ലെവലിൽ ഞാൻ വെറുതെ പറയില്ല. ദൃശ്യത്തിൻ്റെ മറ്റൊരു ഐറ്റം തിയേറ്റർ എക്സ്പീരിയൻസാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഒരു സസ്പെൻസ് ഫാമിലി ത്രില്ലറായിരിക്കും. ഇതൊരു ഹിറ്റായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. സൂപ്പർ ഹിറ്റ്. എങ്ങനെയാണ് ബേസിൽ നസ്രിയെ നമ്മളിത് കണ്ടേക്കുന്ന ഒരു പാറ്റേൺ ഒന്നുമില്ല. നമ്മുടെ മൈൻഡിലുള്ളൊരു ആ ഒരു ആക്ടേഴ്സേ അല്ല അവർ. ഒരു സസ്പെൻസിൻ്റെ ത്രില്ലറിൻ്റെ വേറൊരു ലെവല്. ഷോക്കിംഗ്, സൂപ്പർ മൂവി. എൻ്റെ മോളെ കുട്ടിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മാലൂട്ടി മോളുടെ കുട്ടിയാണ്. അടിപൊളി, സൂപ്പറായി. സസ്പെൻസാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു പോയിന്റ് പോലും പറഞ്ഞാൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കണ്ടു തന്നെ അറിയണം. അടിപൊളി മൂവിയാണ്. അടിപൊളി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ അഭിനയിച്ചുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂരിയോസിറ്റിയുള്ള പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ടിട്ട് അച്ഛൻ എന്താ പറഞ്ഞു? ആ രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണണം എന്തായാലും. നമുക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു മൂവിന്റെ പാർട്ടാവാൻ പറ്റിയതിൽ. മോക്ക് സന്തോഷം. എല്ലാവരും വന്ന് കാണാം. മോളുടെ അഭിനയം അല്ലേ? അതെ, എല്ലാവരും നന്നായി ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? മോളതാണല്ലേ, അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. ചൂടം അടിപൊളി പടം. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നല്ല പടം. ത്രില്ലറൊക്കെ വർക്കൗട്ടായി. ബ്രോ നല്ലതാണ്. എനിക്ക് നേരത്തെ ഇഷ്ടമാണ്. ഡയറക്ടറാണ്. ഹാപ്പിയാണ്. വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ സന്തോഷം. നന്നായിരുന്നു. അല്ല, ഇഷ്ടപ്പെട്ടോ? വെരി ഹാപ്പി. നല്ല സന്തോഷം. കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? കാണും എല്ലാവരും. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ തിങ്ക് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ട് DOPസും പ്രൊഡ്യൂസേഴ്സാണ്. സോ നിങ്ങൾക്ക് അറിയാം എങ്ങനെ വിഷ്വൽ എസ്തെറ്റിക്സ് ആണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്ലീസ് കാണൂ. ഫാമിലി ഫ്രണ്ട്ലി ഫിലിമാണ്. താങ്ക് യു സോ മച്ച്. നല്ല മൂവിയാണ്. 100% ഫാമിലി ചൂടം. ആ ഒരു കോമ്പോ എങ്ങനെ വർക്കൗട്ടായി? അടിപൊളി. സുലുവും അസ്മയൊക്കെ പൊളിച്ച് ഒരു രക്ഷയില്ല. എല്ലാരും ഇന്ന് തന്നെ കാണുക. പൊളിപ്പടം. അടിപൊളിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു മിസ്റ്ററി സസ്പെൻസ് കാണാൻ തിയേറ്റർ വാച്ചാണ് കാണാട്ടോ. അടിപൊളി. ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പ്രേക്ഷകരോടൊപ്പം കണ്ടിട്ട് സന്തോഷം.
ഭയങ്കര ഇതായി ഇഷ്ടപ്പെട്ടതാണ് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അതായത് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരാളുള്ള ബേസിൽ ജോസഫ് അദ്ദേഹത്തിനോടുള്ള ഭയങ്കര ഫണ്ണായിട്ടുള്ള ഫണ്ണാണ് അല്ലേ? പ്രേക്ഷകരോട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് ഐ റിയലി ലൈക്ക് ഓൾ ദ പെർഫോമൻസസ്. ക്രിസ്റ്റോയുടെ മ്യൂസിക് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, വെരി ഇന്റർനാഷണൽ. ഓക്കെ, നമ്മുടെ ബേസിലും നസ്രയുടെയും കോംബോ അടിപൊളി, എല്ലാവരും കാണണം. ആൻഡ് തിരിച്ച് അവർ രണ്ടുപേരും വർക്ക് ചെയ്യണം. പൂജ ചേച്ചിയും സുലു ചേച്ചി മാത്രമാണ് കോമഡി പടത്തിലുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. പൊളിച്ചടുക്കിയിലെ ഇതാണ് ആ പപ്പി. ആ പപ്പിയാണ് ഈ പപ്പി. എല്ലാവരും പോയി കാണണം. ത്രില്ലറാണ്, കണ്ടു നോക്കും. നസ്രിയ ബേസിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ഒത്തിരി വെച്ച് കോംബോ അടിപൊളിയായിട്ടുണ്ട്. ഇനിയും കൂടുതലും അവരുടെ കോംബോസ് എക്സ്പെക്ട് ചെയ്യുന്നു ഓൺ ദ സ്ക്രീൻ. നന്നായിട്ടുണ്ട്. ആക്ച്വലി ആഫ്റ്റർ ലോങ് ടൈം ഷീസ് കമ്മിങ് ബാക്ക്. നല്ല രീതിയിൽ ഷീ ഹസ് കം ബാക്ക്. വെരി ഗുഡ്. സസ്പെൻസ് ആണ്, ഫുൾ സസ്പെൻസ്. ലാസ്റ്റൊക്കെ ഒരു 10-15 മിനിറ്റ്സ് അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവില്ല മൂവി എന്താണെന്ന്. സോ ദാറ്റ്സ് ഓൺലി ലാസ്റ്റ് 10 മിനിറ്റ്സ് വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് മൂവി എന്നുള്ളത്. ആക്ച്വലി എല്ലാവരും പോയി കാണാൻ പറ്റുന്ന മൂവിയാണ്. അടിപൊളി. ലാസ്റ്റ് സീൻ സൂപ്പർ. യെസ് യെസ് ഡെഫിനറ്റ്ലി അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ബേസിലെ നസ്രിയയുടെ കോംബോ നല്ലോണം വർക്കായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈനറും ആസ് വെൽ ആസ് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം സൂക്ഷ്മദർശിനി തിയേറ്റേഴ്സ്. സ്ക്രിപ്റ്റിംഗ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ പാളിപ്പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു എലമെൻറ്റിനെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം വരെ ഓഡിയൻസിന് ഒരു തരത്തിലുള്ള ക്ലൂവും കൊടുക്കാതെ ത്രില്ലടിപ്പിച്ച് സസ്പെൻസ് എലമെൻറ്റ്സ് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ആക്ടിങ് സൈഡ് ആയാലും സ്ക്രിപ്റ്റിംഗ് സൈഡ് പറയാതിരിക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റിംഗ് ഈസ് ബ്രില്യൻറ്റ്. അല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ ഉള്ളൊരു സാധനമല്ല. ആ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ അല്ല. സ്ക്രിപ്റ്റിങ്ങിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അടിപൊളിയായിരുന്നു അല്ലേ? മാളൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ മാളൂട്ടി?